AI ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയമിച്ച ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു. സർക്കാരിൽ നിന്നുള്ള തുക മുടങ്ങിയതോടെയാണ് ഈ നടപടി ഉണ്ടായത്. 11 കോടി രൂപയാണ് കെൽട്രോൺ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകാനുള്ള കുടിശ്ശിക. വിഷയം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് AI ക്യാമറകളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്ന കെൽട്രോണിന് പണം നൽകാത്തതോടെയാണ് AI ക്യാമറകളുടെ കൺട്രോൾ റൂമിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചത്. 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 11 കോടി രൂപയാണ് കെൽട്രോണിന് സർക്കാർ നൽകാനുള്ളത്. ഈ തുക ആവശ്യപ്പെട്ട് പലതവണ കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല. കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ പിൻവലിച്ചതോടെ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുന്ന ജോലി സംസ്ഥാന വ്യാപകമായി തടസ്സപ്പെട്ടു. നിലവിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് കൺട്രോൾ റൂമുകളിലുള്ളത്. നിയമലംഘനങ്ങൾ ക്യാമറകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. അതേസമയം വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിൽ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ. ക്യാമറകളുടെ പരിപാലന ചുമതലയും നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ട ചുമതലയുമാണ് കരാർ പ്രകാരം കെൽട്രോണിനുള്ളത്. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാരെ പിൻവലിക്കുന്നതെന്നാണ് വിശദീകരണം. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് അത് മറ്റൊരു തലവേദനയാകും സൃഷ്ടിക്കുക. രാത്രിയും പകലും AI ക്യാമറ പണിയെടുത്തിട്ടും സർക്കാർ തങ്ങൾക്ക് തരാനുള്ള പണം നൽകുന്നില്ല എന്നാണ് ജീവനക്കാരുടെ പരാതി. ഇതോടെയാണ് കെൽട്രോൺ സ്വന്തം ജീവനക്കാരെ പിൻവലിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് AI ക്യാമറയിൽ നിന്നുള്ള വരുമാനം നിലയ്ക്കുന്നത് സർക്കാരിനും വലിയ തലവേദനയാകും സൃഷ്ടിക്കുക. S. ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.